അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. സ്നേഹമുള്ള മദ്രസ അധ്യാപകരെ, അധ്യാപികമാരെ, നമ്മൾ പഠിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളാണ് നമ്മൾ അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പ്രാർത്ഥന മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അഥവാ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പറഞ്ഞ, ഒരു തവണ ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയാണിത്. രാവിലെ എന്ന് പറഞ്ഞാൽ സുബഹ് നമസ്കാരത്തിന് ശേഷം, വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അസർ നമസ്കാരത്തിന് ശേഷമാണ് ഇത് ചൊല്ലേണ്ടത്. ഏതാണ് ആ പ്രാർത്ഥന? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടങ്ങളായ രണ്ട് നാമങ്ങളെയാണ് മുൻനിർത്തി നാം റബ്ബിനോട് ചോദിക്കുന്നത്. യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ. യാ ഖയ്യൂം, എല്ലാം നിയന്ത്രിക്കുന്നവനെ. ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവനും മറ്റുള്ളവരെ നിലനിർത്തുന്നവനുമാണ് അള്ളാഹു. ആ ആശയമാണ് ഖയ്യൂമിനുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും മുൻനിർത്തി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത്തരം പ്രാർത്ഥനകൾക്ക് അള്ളാഹു കൂടുതൽ ഉത്തരം നൽകാൻ സാധ്യതയുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ. യാ ഖയ്യൂം, സ്വയം നിലനിൽക്കുകയും മറ്റുള്ളവയെ നിലനിർത്തുകയും ചെയ്യുന്ന ഖയ്യൂമായ റബ്ബേ. ബി റഹ്മതിക, നിന്റെ കാരുണ്യം കൊണ്ടാണ്. അസ്തഗീസ്, ഞാൻ സഹായം ചോദിക്കുന്നത്, ഞാൻ ഇസ്തിഗാസ നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത്, ആ റഹ്മത്ത് എന്ന വിശേഷണത്തെ മുൻനിർത്തി അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളായ ഹയ്യ്, ഖയ്യൂം എന്ന നാമങ്ങളെ മുൻനിർത്തി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ അവസ്ഥ നമ്മൾ പറയുകയാണ്. അസ്തഗീസ്, അള്ളാഹുവേ ഞാൻ നിന്നോട് സഹായം ചോദിക്കുകയാണ്. പിന്നീട് നമുക്ക് ചോദിക്കാനുള്ളത് എന്താണ്? അസ്ലിഹ് ലീ, നീ എനിക്ക് ശരിയാക്കി തരണമേ. ശഅനി കുല്ലഹ്, ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും. എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതിൽ ഉൾപ്പെടാത്തതായി ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളെന്ന് പറഞ്ഞാൽ അത് ജാമിഉം മാനിഉമായ, അല്ലെങ്കിൽ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഇവിടെ ചെറിയ ഒരു പ്രാർത്ഥന, വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന, കുട്ടികൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന, അധ്യാപകർ എല്ലാ പ്രഭാത പ്രദോഷങ്ങളിലും ചൊല്ലേണ്ടുന്ന പ്രാർത്ഥന. കാരണം ഇവിടെ പറയുന്നത് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ ശരിയാക്കി തരണമേ. അതിൽ വരാത്തതായി ഒന്നും തന്നെയില്ല. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അധ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ ഇസ്ലാഹ് ചെയ്യണോ,
എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തരണോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രാർത്ഥനയിലൂടെ നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്നത്. അസ്ലിഹ് ലി ഷഅ്നി കുല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവേ എനിക്ക് നീ ശരിയാക്കി തരണമേ. വല തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ വല തകിൽനി, നീ എന്നെ ഏൽപ്പിക്കരുതേ, ഇലാ നഫ്സി, എന്നിലേക്ക് തന്നെ, എൻ്റെ കാര്യങ്ങൾ എന്നിലേക്ക് തന്നെ ഏൽപ്പിക്കരുതേ. തർഫത ഐൻ, കണ്ണ് ചിമ്മി തുറക്കുന്ന സമയത്തേക്ക് പോലും, അഥവാ വളരെ കുറഞ്ഞ ഒരു സമയത്തേക്ക് പോലും എൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് റബ്ബേ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ മനസ്സറിഞ്ഞു പറയുന്നത്. നമ്മുടെ എല്ലാവിധ ന്യൂനതകളും നിസ്സഹായതകളുമെല്ലാം, ദുർബലമായ അവസ്ഥകളെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രകടമാക്കുകയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് നമ്മുടെ ദുർബലത, നമ്മുടെ ന്യൂനത, നമുക്ക് ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിലേക്ക് നമ്മൾ ആവശ്യക്കാരാണ്. അള്ളാഹുവേ, ഞാനൊന്നുമല്ല, എൻ്റെ കാര്യങ്ങൾ നീ റെഡിയാക്കി തന്നില്ല എങ്കിൽ, നീ ശരിയാക്കി തന്നില്ല എങ്കിൽ എനിക്കാരാണ് ശരിയാക്കി തരാനുള്ളത് എന്ന നിലക്കുള്ള വിനയത്തോടുകൂടെ ഫഖീറായി അള്ളാഹുവിലേക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിലേക്കുള്ള അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടെ, താഴ്മയോടുകൂടെ, തവക്കുലോടുകൂടെ അള്ളാഹുവിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനെ പ്രേരണ നൽകുന്ന ഈ പ്രാർത്ഥന എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ചൊല്ലണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പ്രത്യേകം നിർദ്ദേശിച്ചത്. ഈ പ്രാർത്ഥനയാകണം നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅ്നി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. അസ്ലിഹ് ലി ശഅ്നി കുല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെട്ടു. അങ്ങനെയാണ് റഹ്മാനായ റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. കുട്ടികൾ ചൊല്ലുന്നുണ്ട്, അവർ മനഃപ്പാഠമാക്കുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. കുട്ടികളെ നമ്മൾ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട, ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന പഠിക്കാനും മക്കളെ പഠിപ്പിക്കാനും ജീവിതത്തിൻ്റെ ഭാഗമാക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.